നമസ്കാരം. സോഷ്യൽ മീഡിയയിൽ പല തരത്തിലുള്ള വീഡിയോകളും നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ സ്ത്രീ ശാക്തീകരണത്തിൻ്റെയും ഫെമിനിസത്തിൻ്റെയും മുഖം മൂടിയണിഞ്ഞ് മറ്റൊരു നടിയുടെ മകളെയും അവരുടെ കുടുംബത്തെയും ഇത്രയും ക്രൂരവും വൾഗറുമായിട്ടുള്ള ഭാഷയിൽ അധിക്ഷേപിക്കുന്ന ഒരു വീഡിയോ ഈ അടുത്തിടെ ഞാൻ കണ്ടിട്ടില്ല. പ്രമുഖ നടി മഞ്ജു പിള്ളയുടെ മകൾ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച ചിത്രങ്ങളെ മുൻനിർത്തി ഒരു യൂട്യൂബർ നടത്തിയ തികച്ചും സംസ്കാരശൂന്യമായിട്ടുള്ള പരാമർശങ്ങൾക്കുള്ള കൃത്യമായിട്ടുള്ള മറുപടി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് പറയാം. ഈ വസ്ത്രധാരണത്തെ പറ്റി വിലയിരുത്തി ഇവർ വിളിച്ചു പറയുന്നത് കൊച്ചുകുട്ടികളും പുരുഷന്മാരും ഒക്കെ ഇത് കാണുമ്പോൾ അവർ അതിൽ അകൃഷ്ടിതരാകും എന്നതാണ്. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, അവർ ആ വസ്ത്രം ഇട്ട് ധരിച്ചു നിൽക്കുന്നു. അവരെ എത്ര വ്യക്തിഹത്യപ്പെടുത്തുന്ന രീതിയിൽ അല്ലെങ്കിൽ അപമാനകരമായിട്ടാണ് നിങ്ങളുടെ വാക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇത് കൊച്ചുകുട്ടികൾ കാണില്ലേ? നിങ്ങൾ പറയാൻ പാടില്ലാത്ത എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്? അത് കൊച്ചുകുട്ടികൾ കാണില്ലേ? അത് വലിയ ആളുകൾ കാണില്ലേ? അത് സ്ത്രീകൾ കാണില്ലേ? ഇതാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്ന സ്ത്രീ ശാക്തീകരണം എന്ന് പറയുന്നത്? ഇങ്ങനെയാണോ സ്ത്രീകൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്? ഈ സ്ത്രീകളെന്നല്ല, മനുഷ്യർക്ക് ഇങ്ങനെയാണോ പറഞ്ഞു കൊടുക്കേണ്ടത്? എന്തായാലും വളരെ വൃത്തികെട്ട രീതിയിലാണ് ഇവരുടെ വീഡിയോ എന്ന് പറയുന്നത്. കുറച്ച് ഭാഗം മാത്രമേ നമുക്കിവിടെ പ്ലേ ചെയ്യാൻ കഴിയൂ. കാരണം അത്രയും അസഹനീയമായിട്ടുള്ള ഭാഷകളാണ് അവർ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതും നമ്മൾ ഒരു കണ്ടന്റിന് വേണ്ടി പറയുന്നില്ല, മനസ്സിന്റെ അങ്ങേ തലക്കിൽ ഇരുന്നുകൊണ്ടുള്ള വേദന കൊണ്ട് പറയുന്നതാണ്. മഞ്ജു പിള്ള എന്ന് പറയുന്ന സ്ത്രീയോടാണ്. നാണോ ഇല്ലേ തള്ളേ? ഒന്നല്ലേ ഉള്ളൂ, 10ഉം 15 ഉണ്ടോ? എന്നാ പിന്നെ അവളോട് അതും കൂടെ ഊരിയിട്ടില്ല, എവിടെയും കാണാൻ വന്ന് നിൽക്കാൻ പറ. ഇവർ ചോദിച്ചേട്ടോ, നാണമുണ്ടോ സ്ത്രീയോ? ഒന്നല്ലേ ഉള്ളൂ, 10ഉം 15ഉം ഒന്നുമില്ല. അപ്പൊ 10ഉം 15ഉം ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഓക്കെയാണ്. പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം മനസ്സിലാക്കണം നമ്മൾ. അതും 10ഉം 15ഉം ഉണ്ടെങ്കിൽ കുഴപ്പമില്ല എന്നല്ലേ ആ പറഞ്ഞതിൻ്റെ ഉദ്ദേശം? കാണട്ടെ ആണുങ്ങള്, പിടിക്കട്ടെ, അവർക്ക് ഞെക്കണമായിരിക്കും ആണുങ്ങള്. ഇതൊക്കെ എത്ര വൃത്തികെട്ട രീതിയിലുള്ള സംഭാഷണങ്ങളാണ്. ഒന്ന് ആലോചിച്ച് നോക്കി. ഇങ്ങനെയാണോ സ്ത്രീകൾ പെരുമാറേണ്ടത്? അല്ലെങ്കിൽ ഇങ്ങനെയാണോ പറയേണ്ടത്? നമുക്കറിയാം, ഈ വസ്ത്രം എന്ന് പറയുന്നത് ഒരു സ്ത്രീയുടെ അവകാശമാണ്, സ്വാതന്ത്ര്യമാണ്. അവരെങ്ങനെ ധരിക്കണം എന്നുള്ളത്. നമ്മൾ ഒരിക്കലും ഒരു മതത്തിൻ്റെയോ ജാതിയുടെയോ പേരിലൊന്നും ഒരിക്കലും ഈ വസ്ത്രധാരണത്തെ പറയുന്നില്ല. സ്കൂളുകളിൽ അതിൻ്റേതായ രീതിയിലുള്ള വസ്ത്രധാരണങ്ങളുണ്ട്. നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലങ്ങളിൽ പലർക്കും അതിൻ്റേതായ യൂണിഫോമുകളും മറ്റു കാര്യങ്ങളും ഉണ്ട്. അത്തരം കാര്യങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നുമല്ല ഇപ്പോൾ അമ്പലത്തിൽ പോയി ബിക്കിനി ഇട്ട് നടക്കണം എന്നതല്ല. നമുക്കറിയാം ഒരു സംസ്കാരം അനുസരിച്ച് ഏതൊക്കെ രീതിയിൽ എങ്ങനെയൊക്കെ ഡ്രസ്സ് ധരിക്കണം എന്നുള്ളത് എല്ലാ സ്ത്രീകൾക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഒരു വസ്ത്രം ധരിക്കേണ്ടത് ഏത് രീതിയിലാണെന്നും എങ്ങനെയാണെന്നും സ്ത്രീകളാണ് തീരുമാനിക്കേണ്ടത്. അത് എവിടെ ധരിക്കുന്നു എന്നതിലാണ് കാര്യം. കാരണം നമുക്കിപ്പോൾ ഒരു അമ്പലങ്ങളിൽ പോകണം അല്ലെങ്കിൽ പള്ളികളിൽ പോകണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള വസ്ത്രധാരണങ്ങൾ പറ്റില്ല. കാരണം അവിടെ എന്ന് പറയുന്നത് ഒരു പ്രാർത്ഥനാലയമാണ്. അല്ലെങ്കിൽ സ്കൂളുകളിൽ നമ്മൾ അങ്ങനെ പോകാറില്ല. കാരണം അവിടെ അതിൻ്റേതായ അച്ചടക്ക കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് അവിടുത്തെ നിയമങ്ങളൊക്കെ അനുസരിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷെ എന്നും പറഞ്ഞ് നമ്മളുടെ ഇഷ്ടമുള്ള വസ്ത്രങ്ങൾ അല്ലെങ്കിൽ മടക്കി വെച്ച് ഇവർ പറയുന്ന വസ്ത്രങ്ങൾ മാത്രമേ ഇടാൻ പാടുകയുള്ളൂ. എന്തായാലും ഇവര് എത്ര വ്യക്തിഹത്യ നടത്തിയിരിക്കുന്നതെന്ന് നോക്കിക്കേ. കണ്ടവന്മാര് കണ്ട് ഒലിപ്പിക്കണമായിരിക്കും. നിനക്ക് ഭയങ്കര സംഭവമായ ഒരു ബോഡി സ്ട്രക്ചർ ഉണ്ട്, അതിലിങ്ങനെ ഞവിടണമായിരിക്കും. താല്പര്യമാണോടി? പോയി ഏതെങ്കിലും ബസ്സിൽ കയറിയില്ലടി, എന്നിട്ട് പോകുന്ന വരുന്ന എല്ലാവന്മാരോടും പറ എന്നെ ഒന്ന് തടവി വിടാൻ. ഇത്ര കാമപ്രാന്താണോ? ഇതൊക്കെ കണ്ട് മിണ്ടാതെ ഒരു സ്ത്രീ, അവരൊരു മോഡലാണ്. അവരുടെ ഒരു മോഡൽ ഫോട്ടോഷൂട്ടിൻ്റെ ഭാഗമായിട്ട് ഇൻസ്റ്റഗ്രാമിലിട്ട ഒരു ഫോട്ടോക്കെതിരെയാണ് ഇവർ ഇത്രയും വലിയ ഒരു അധിക്ഷേപം നടത്തുന്നത്. നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഇന്ത്യയിൽ തന്നെ നോക്കുകയാണെങ്കിൽ നമ്മളുടെ കൾച്ചർ അനുസരിച്ച് നമുക്കറിയാം നമ്മളുടെ വസ്ത്രധാരണങ്ങൾ എങ്ങനെയാണ്. എങ്കിലും നമ്മളുടെ സ്വാതന്ത്ര്യത്തിന് അല്ലെങ്കിൽ നമ്മളുടെ അവകാശത്തിനനുസരിച്ച് പല രീതിയിലുള്ള വസ്ത്രധാരണങ്ങൾ ധരിക്കുന്ന സ്ത്രീകളും പുരുഷന്മാരും ഉണ്ട്. ഞാൻ ഒരൊറ്റ കാര്യം ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇവർക്ക് ഈ മഞ്ജു പിള്ളയുടെ മകളുടെ വസ്ത്രം കണ്ടിട്ട് ഇത്ര പൊള്ളിപ്പോയ ഒരു വ്യക്തിയാണെങ്കിൽ എന്തുകൊണ്ട് ഇവർ മറ്റുള്ള അല്ലെങ്കിൽ വസ്ത്രങ്ങൾ ഇപ്പോൾ അതേപോലെ തന്നെ മോഡലിംഗ് ചെയ്യുന്ന ആളുകളുടെ വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്യുന്നില്ല? സിനിമയിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ വസ്ത്രധാരണങ്ങൾ പല രീതിയിലുണ്ട്. ഒന്നും ഒരിക്കലും മോശമാണെന്നല്ല, അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്, അവരുടെ ഒരു സൗകര്യം അനുസരിച്ച് ഇടുന്നതാണ്. അങ്ങനെ ഒരുപാട് പേരുണ്ട്. എന്തിനേറെ പറയുന്നു, ഈ ഉദ്ഘാടന വേദികളിലൊക്കെ എന്തോരം പേരാണ് വസ്ത്രങ്ങളൊക്കെ ഇട്ട് അവരുടെ ഇഷ്ടപ്രകാരം നടക്കുന്നത്. പലരും അതിനെ അധിക്ഷേപിക്കാറുണ്ട്. വലിയ രീതിയിൽ തന്നെ കമന്റ് ബോക്സുകളിൽ വൃത്തികെട്ട രീതിയിലൊക്കെ അസഹ്യമായിട്ടുള്ള കമന്റുകൾ രേഖപ്പെടുത്താറുണ്ട്.
എന്തുകൊണ്ടാണ് ഇവർ അത്തരം ആളുകൾക്കെതിരെയോ അല്ലെങ്കിൽ മറ്റുള്ള ഇത്തരം മോഡലുകൾക്കെതിരെയോ ഇവർ റിയാക്ട് ചെയ്യാത്തത്? ഒരു മഞ്ജു പിള്ള എന്ന് പറയുന്ന മലയാളി അല്ലെങ്കിൽ ഒരു നടിയുടെ മകൾ ഇങ്ങനെ കാണിക്കുന്നത് മാത്രം ഇവർക്ക് ഇത്ര കൊണ്ടുപോകാനുള്ള കാര്യം എന്താണ്? നമുക്കറിയാം, വസ്ത്രധാരണം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു സ്ത്രീ സ്വാതന്ത്ര്യമാണ്, അവരുടെ അവകാശമാണ്, അവർക്ക് ഏത് വസ്ത്രം ധരിക്കണം എന്നുള്ളത്. പക്ഷെ എൻ്റെ ചോദ്യം ഇപ്പോഴും അതെ, ഈ മഞ്ജുപിള്ളയുടെ മകൾ ഈ ഒരു വസ്ത്രം ഇങ്ങനെ ഇട്ടൊരു പോസ്റ്റ് ഇടുന്നതിന് മുമ്പേ ഇൻസ്റ്റഗ്രാമിൽ എന്തോരം കുട്ടികളാണ് അവരുടെ പല രീതിയിലുള്ള, ചിലപ്പോൾ ഗ്ലാമറസ് ആവാം, അല്ലെങ്കിൽ അവരുടെ മോഡലിങ്ങിൻ്റെ ഭാഗമാകാം, അതൊന്നും ഒരിക്കലും മോശമാണെന്നല്ല പറയുന്നത്, അവരുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ് അവരുടെ അക്കൗണ്ടിൽ എന്തൊക്കെ രീതിയിലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ വസ്ത്രങ്ങൾ ഇടണം എന്നുള്ളത്. അപ്പോൾ അത്തരം വീഡിയോകളൊന്നും തന്നെ റിയാക്ട് ചെയ്യുന്നില്ല, അതൊന്നും അവരെ ബാധിക്കുന്നില്ല. മഞ്ജുപിള്ളയുടെ മകൾ മാത്രം ഇത് ചെയ്തതിനാണ് അവർ പറയുന്നത്. ബാക്കി കൂടി കേട്ടു നോക്കാം. മിണ്ടാതിരിക്കുന്നത് കൊണ്ടാണ്. ശ്രീലക്ഷ്മി അറക്കൽ ഇന്നലെ മെനങ്ങാന്നൊക്കെ വന്നിരുന്നിട്ട് പറയുന്നുണ്ട്, എനിക്കിങ്ങനെ ഒരു പ്രശ്നം വരും, ആ സമയത്ത് ഏവനെങ്കിലും കയറിയാൽ മതി. അവളെ അമ്മയും അതും അതാണ്. ഈ ശ്രീലക്ഷ്മി അറക്കലും അതുപോലെ തന്നെ ഈ മഞ്ജുപിള്ളയുടെ മകളും തമ്മിൽ എന്ത് ബന്ധമാണ്? ഇവരെ എന്ത് ലോജിക്കില്ലാതാണ് കാര്യങ്ങൾ പറയുന്നത്. ഇവരുടെ ഫുൾ വീഡിയോ അങ്ങനെ കാണാൻ പറ്റില്ല. ഞങ്ങളുടെയൊക്കെ ദേഹത്ത് മറ്റൊരു പുരുഷൻ മറ്റൊരു രീതിയിൽ ചിന്തിക്കുന്നത് പോലും സഹിക്കാൻ പറ്റത്തില്ല. എന്തുകൊണ്ടാണ് കമന്റ്? അങ്ങനെയാണെങ്കിൽ നമ്മുടെയൊക്കെ ദേഹത്ത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങ് മിണ്ടാതെ അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യം നോക്കിയിരുന്നാൽ പോരെ. മറ്റുള്ളവർ നിങ്ങളെ പറ്റി ചിന്തിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ ചിന്തിക്കുന്നത് പോലെ തന്നെ അവരും ചിന്തിക്കണം, നിങ്ങൾ ചെയ്യുന്നത് പോലെ തന്നെ അവരും ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരുടെ ജീവിതത്തിൽ അവർക്ക് എന്ത് വ്യക്തി സ്വാതന്ത്ര്യമാണുള്ളത്? എങ്കിൽ പിന്നെ നിങ്ങളായിരുന്നാൽ പോരെ. മനസ്സിലാവുന്നില്ല, ഇവരെ എന്ത് പൊട്ടത്തരമാണ് വിളിച്ചു പറയുന്നത്? ഇവരെ പോലെ ജീവിക്കാൻ ഇവരാര്? ഷെഫീന എന്ന വ്യക്തിക്ക് ഒരുപാട് വ്യക്തിത്വങ്ങളുണ്ട്, ഒരുപാട് രീതിയിലുള്ള നിലപാടുകളുണ്ട്, ശക്തമായ കാഴ്ചപ്പാടുണ്ട്, സമൂഹത്തിന് വേണ്ടി നിലകൊള്ളുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഞാനൊരു അമ്മയാണ്, ഞാൻ സഹോദരിയാണ്, ഞാനൊരു മകളാണ്. ഞാനൊരു അമ്മയാണ്, സഹോദരിയാണ്, മകളാണ്. മക്കൾക്ക് കേൾക്കാൻ പറ്റുന്ന രീതിയിലാണോ ഇവർ ഈ യൂട്യൂബ് വീഡിയോയിൽ പറയുന്നത്? എത്ര വൃത്തികെട്ട രീതിയിലാണ്. എനിക്ക് തോന്നുന്നു മഞ്ജുപിള്ളയുടെ മകൾ ഇട്ടിരിക്കുന്ന ആ പോസ്റ്റിന് ഇവർ വളരെ വൃത്തികെട്ട രീതിയിൽ പറയുമ്പോൾ അതിൽ എത്രയോ ഇരട്ടി വൃത്തികെട്ട രീതിയിലാണ് ഇവർ അതിനെ കണ്ടുകൊണ്ട് ഇവർ മാനിപ്പുലേറ്റ് ചെയ്ത് പറയുന്ന വാക്കുകൾ. ഒന്ന് ആലോചിച്ച് നോക്കണം. ഇതിനേക്കാൾ ഉപരി ഞാൻ സ്ത്രീയാണ്, ഇതൊരു ശരീരമാണ്, ഇത് എൻ്റെതായ യൂട്ടിലിറ്റിക്ക് ഞാൻ വെച്ചിരിക്കുന്ന എൻ്റെ ശരീരഭാഗങ്ങളാണ്. വല്ലവനും നോക്കി വെള്ളം വാർക്കാനും കുത്തിക്കയറ്റാനും ഉള്ളതല്ല. ഒരു പുരുഷനുമായിട്ട് നമ്മുടെ ഇഷ്ടത്തോടു കൂടി സ്നേഹത്തോടു കൂടി നമ്മൾ ചെയ്യുന്നതാണ്, ആഗ്രഹിച്ച് രണ്ടുപേരും പരിപൂർണരായി ചെയ്യുന്നതാണത്. അല്ലാതെ പ്രജനനത്തിന് വേണ്ടി. എനിക്ക് സത്യം പറഞ്ഞ ചിരി വരുന്നുണ്ട് ഈ വീഡിയോ റിയാക്ട് ചെയ്യുമ്പം. മഞ്ജുപിള്ളയുടെ മകൾ വസ്ത്രം ഇട്ടൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇവിടെ ഉണ്ടെന്ന് വെച്ചു. ഇവരിതിനെ കറങ്ങി തിരിഞ്ഞ് ഒരു ലൈംഗിക ബന്ധത്തിൽ വരെ എത്തി. അതെങ്ങനെയാണ് അവിടം വരെ എത്തിയത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കാത്തത്. ഒന്ന് ആലോചിച്ച് നോക്കി. അതിനിടയിൽ ശ്രീലക്ഷ്മി അറക്കൽ വരുന്നുണ്ട്. അതിനിടയിൽ വളരെ ദൗർഭാഗ്യപരമായിട്ടുള്ളൊരു കാര്യം കൂടി, ഒരു വിഷമകരമായിട്ടുള്ള ഒരു കാര്യം കൂടി ഉണ്ട്. ഒരു 13 വയസ്സുകാരി കൊല്ലപ്പെട്ട ഒരു വാർത്തയും കൂടി ഇവർ അതിൽ കണക്ട് ചെയ്ത് പറയുന്നുണ്ട്. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, ഇത് ഈ 3 കാര്യങ്ങൾക്ക് എന്ത് ബന്ധമാണുള്ളത് എന്നതാണ് മനസ്സിലാവുന്നില്ല. എനിക്ക് മാത്രമാണോ ഇത് തോന്നുന്നതെന്ന് എനിക്കറിയില്ല. ഈ പുള്ളിക്കാരി പറയുന്ന അനുസരിച്ച് 3 കാര്യങ്ങളും 3 രീതിയിലാണ്. ശ്രീലക്ഷ്മി അറക്കൽ പറഞ്ഞ കാര്യം വെച്ച് ഒരിക്കലും ഈ പറയുന്ന ദയാ സുജിത്ത്, അതായത് മഞ്ജുപിള്ളയുടെ മകളെ, ഒരിക്കലും ആ ഒരു 2 കാര്യം വെച്ച് കണക്ട് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. തുളയും വരയും വടയും ഉണ്ട്, വരൂ, ആയിക്കോ, ഞാൻ റെഡി. അതാണോ നീ മഞ്ജുപിള്ള വളർത്തിയ മകളെ? നീ അതാണോ ഉദ്ദേശിക്കുന്നത്? ഇത് ഫാഷൻ അല്ലടി. ഇതിന്റെ പേര് ഫാഷൻ എന്നല്ല പറയാ, ഇത് പച്ചയ്ക്ക് വ്യഭിചാരം എന്നാ പറയുക. മനസ്സിലായോ? എത്ര വൃത്തികെട്ട വാക്കാണ് അവർ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിനെ വ്യഭിചാരം എന്ന് വൽക്കരിക്കാൻ ഇവർക്ക് ആരാണ് അധികാരം കൊടുത്തത്? ഒരു സ്ത്രീ ഒരാളുടെ ഫാഷൻ അനുസരിച്ച് ഒരു ഡ്രസ്സ് ഇട്ടാൽ അത് വ്യഭിചാരമാണെന്ന് നിങ്ങൾക്ക് എങ്ങനെ പറയാൻ സാധിക്കും? എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവര് ഇത്രയും ബോധമില്ലാത്ത വ്ളോഗർ അല്ലെങ്കിൽ യൂട്യൂബർ എന്നും പറഞ്ഞിട്ട് കുറെ വീഡിയോ ഇട്ട് റീച്ച് ആവുന്നു. അതല്ലാതെ ഇവർക്ക് ഒരു വിവരം എന്ന് പറയുന്ന ഒരു സാധനം, ബുദ്ധിയും ബോധം ഇല്ല എന്നുള്ളത് മനസ്സിലായിട്ടുണ്ട് ഏറെക്കുറെ. പക്ഷെ ഇത്രയും ഇവരുടെ എന്ത് ചിന്തയാണ് എന്നതാണ്. കാരണം ഇവർ പറയുന്നത് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഇവർ പറയുന്ന ഒരു കാര്യത്തിൽ പോലും കഴമ്പില്ല. ഇവർ മാറുമറയ്ക്കൽ സമരം എന്ന് പറയുന്നുണ്ട് ഇതില്. ഈ മാറുമറയ്ക്കൽ സമരം എന്തിനായിരുന്നു, എങ്ങനെയായിരുന്നു? അതായത് സ്ത്രീകൾക്ക് വസ്ത്രധാരണത്തിലെ
സ്വാതന്ത്ര്യം. അല്ലാതെ ഒരു സ്ത്രീ വന്നിട്ട് എനിക്ക് ഫുള്ള് കവർ ചെയ്ത് ഇങ്ങനെ വസ്ത്രം ധരിക്കണം എന്ന് പറഞ്ഞല്ല അവർ സമരം ചെയ്തത്. അവരുടെ വസ്ത്ര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടായിരുന്നു. അവരുടെ വസ്ത്ര സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ അവർ ഏത് വസ്ത്രം ധരിക്കണം എന്നുള്ളത് അവരുടെ സ്വാതന്ത്ര്യമാണ്. ആ ഒരു അവകാശത്തിന് വേണ്ടിയിട്ടാണ് അവരന്ന് സമരം ചെയ്തത്. ഇവർ പറയുന്നതും ഈ കണക്ടിവിറ്റിയൊക്കെ വരുമ്പോൾ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. കാരണം ഇവർ എത്ര ബുദ്ധിയില്ലാത്തയും വിവരമില്ലാത്തയും കാര്യമാണ് ഈ ചാനലിൽ ഇരുന്ന് പറയുന്നത്, ഈ യൂട്യൂബിൽ ഇരുന്ന് പറയുന്നത്. ഇവിടെ ഒന്നും പ്രശ്നം സ്ത്രീകളുടെ വസ്ത്രമല്ല എന്ന് മനസ്സിലാക്കാനുള്ളൊരു ചിന്തയും കൂടി അല്ലെങ്കിൽ ഒരു ബോധവും കൂടി വേണം എന്നതാണ്. ഈ മിഡിൽ ക്ലാസ് വീട്ടമ്മമാരുടെ കഷ്ടപ്പാടുകളെ കുറിച്ച് ഇവർ പറയുന്നുണ്ട്. ബസ്സുകളിൽ അവർ നേരിടുന്ന മോശം കയ്യേറ്റങ്ങളെ കുറിച്ചും വൈകാരികമായിട്ട് അവർ സംസാരിക്കുന്നുണ്ട്. അതൊരു സത്യമാണ്. പലയിടങ്ങളിൽ അത്തരത്തിലുള്ള സംഭവങ്ങൾ നടക്കുന്നുണ്ട്. എന്നാൽ ബസ്സുകളിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന ദുരന്തങ്ങൾക്ക് കാരണം ഇൻസ്റ്റഗ്രാമിൽ മോഡൽ വസ്ത്രം ധരിക്കുന്ന കുട്ടികളാണ് എന്ന് പറയുന്നത് ഇത് എന്ത് തരം ഒരു കോമൺ സെൻസ് ആണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കാത്തത്. ഈ പെൺകുട്ടികൾ സമൂഹത്തിന് തെറ്റായ റോൾ മോഡൽ ആകുന്നു എന്നാണ് ഇവരുടെ മറ്റൊരു കണ്ടെത്തൽ. വസ്ത്രം എന്തായിരിക്കണമെന്ന് തീരുമാനിക്കാൻ ഓരോ വ്യക്തിക്കും ബുദ്ധിയുണ്ട്. മറ്റൊരാളുടെ ഫോട്ടോ കണ്ട് സ്വന്തം വസ്ത്രം ഊരിയെറിയാൻ ഇവിടെ ആരും അത്ര വിഡ്ഢികളൊന്നും അല്ല. തങ്ങൾ കാണിക്കുന്ന ഒരു വൾഗർ ചിന്താഗതി മറ്റുള്ളവരിലേക്ക് അടിച്ചേൽപ്പിക്കാൻ നോക്കുകയും വേണ്ട. യൂട്യൂബിൽ കുറച്ച് കാഴ്ചക്കാരെയും പൈസയും കൂട്ടാൻ വേണ്ടി മാത്രം സെലിബ്രിറ്റികളുടെ മക്കളെയും അവരുടെ സ്വകാര്യ ജീവിതത്തെയും അനാവശ്യമായിട്ട് ചർച്ചയാക്കുകയാണ് ഇവർ ചെയ്യുന്നത്. അല്ലാതെ ഇവരുടെ ഈ ഒരു യൂട്യൂബിലെ വീഡിയോ കൊണ്ട് ആർക്കും ഒരു ഇൻഫ്ലുവൻസും ഉണ്ടാകുന്നില്ല എന്നതാണ്. നെഗറ്റീവ് കണ്ടന്റുകൾ ഉണ്ടാക്കി സമൂഹത്തിൽ വിദ്വേഷം പരത്തുന്നത് ഒരു ഫാഷനായിട്ട് മാറിയിരിക്കുകയാണ്. ഇതിനെതിരെ നിയമപരമായിട്ടുള്ള നടപടികളാണ് യഥാർത്ഥത്തിൽ സ്വീകരിക്കേണ്ടത്. സത്യം പറഞ്ഞാൽ ഇവർ ഈ ഒരു മനുഷ്യനെ വ്യക്തിഹത്യ അല്ലെങ്കിൽ ഒരു സ്ത്രീക്കെതിരെ വ്യക്തിഹത്യമായിട്ടുള്ളതും അല്ലെങ്കിൽ അധിക്ഷേപിക്കുന്നപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഈ BNS ഭാരതീയ ന്യായ സംഹിത വഴി ഉള്ള നിയമ നടപടികൾ നമുക്കുണ്ട്. ഇനി വസ്ത്ര സ്വാതന്ത്ര്യം നിഷേധിക്കുന്നത് മൗലിക അവകാശ ലംഘനമാണെന്ന് പറഞ്ഞിട്ട് തുണി കുറച്ച് ധരിക്കുന്നവർ സ്ത്രീവർഗത്തിന് അപമാനമാണെന്ന് പറയുന്നതിലെ യുക്തി എന്താണ് എന്നതാണ്. ചുരുക്കത്തിൽ മഞ്ജു പിള്ളയുടെ മകൾക്കെതിരെ ഈ ഒരു യൂട്യൂബർ നടത്തിയ പ്രതികരണം തികച്ചും അടിച്ചമർത്തപ്പെട്ട ഒരു കടുത്ത യാഥാസ്ഥിക ചിന്താഗതിയുടെ പുറത്തുവരൽ മാത്രമാണ്. സ്ത്രീ സുരക്ഷയെക്കുറിച്ചും അവകാശങ്ങളെക്കുറിച്ചും സംസാരിക്കാൻ ഇവർക്ക് യാതൊരു അർഹതയുമില്ല എന്ന് ഇവരുടെ വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. വസ്ത്രധാരണത്തിന്റെ പേരിൽ സ്ത്രീ വംശീയമായും വ്യക്തിപരമായിട്ടും അധിക്ഷേപിക്കുന്നു അല്ലെങ്കിൽ ഈ പ്രവണത സോഷ്യൽ മീഡിയയിൽ അടിയന്തരമായിട്ട് അവസാനിപ്പിക്കേണ്ടതുമുണ്ട്. ഓരോ പുതിയ തലമുറയും കൂടുതൽ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. അവരുടെ ചിറകുകൾ അരിഞ്ഞു മാറ്റാൻ ഇത്തരം ആളുകൾ രംഗത്ത് വരും. പക്ഷെ അവരെ ആരെയും മൈൻഡ് ചെയ്യരുത് എന്നാണ്. മാത്രമല്ല ഇവർ എന്ത് വിഷമാണ് ആളുകൾക്ക് കുത്തിവെക്കുന്നത് എന്നതാണ്. ഇവർ ചെയ്യുന്ന ഒരു യൂട്യൂബ് വീഡിയോയിൽ 1% പോലും ശരി എന്ന് പറയുന്ന കാര്യമില്ല. സ്ത്രീകൾ ബസ്സിലൊക്കെ അനുഭവിക്കുന്ന ഒരുപക്ഷെ കാരണങ്ങളുണ്ടാവാം. അതല്ലാതെ ഈ പറയുന്ന അറ്റാക്ക് അല്ലെങ്കിൽ വസ്ത്രം കൊണ്ട് പുരുഷന്മാർ ആകൃഷ്ടമായി മറ്റുള്ള സ്ത്രീകളെ പീഡിപ്പിക്കുന്നു, അങ്ങനെയാണ് കൊല നടക്കുന്നത്, അല്ലെങ്കിൽ അവർ വ്യഭിചരിക്കുകയാണ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ 1% പോലും ശരിയില്ല എന്നുള്ളതാണ്.